ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ വീഡിയോ, അതായത് കോയിൻ സ്വിച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് മെസ്സേജൊക്കെ വിട്ടിരുന്നു. ഇപ്പോഴും ആളുകൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് ഏത് കോയിൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു ഐഡിയ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം, ഇന്ന് പൊതുവേ മാർക്കറ്റ് ഡൗൺ ആണ്. ഇപ്പോൾ മാർക്കറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഈസ് ഡൗൺ 3.95%. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന ടൈമാണ്. ഈ ഒരു അവസരത്തിലാണ് നിങ്ങൾ മാക്സിമം ഇതുപോലുള്ള കോയിൻസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ഇപ്പോഴും, ഇത് ക്രിപ്റ്റോ കറൻസീസ് ഇപ്പോൾ ബാൻ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഒരുപാട് ന്യൂസ് വന്നിരിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടും ഇതുപോലുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എങ്ങാനും ഇപ്പോൾ ബാൻ ചെയ്താൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് 6 മാസത്തോളം ടൈം ലഭിക്കും എന്നും അവർ ആ ന്യൂസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കമ്പനീസ് ഇപ്പോൾ കറൻ്റ്ലി ഇതിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നത് കാരണം പെട്ടെന്നൊന്നും ബാൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ അഥവാ ബാൻ ചെയ്താൽ തന്നെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് 6 മാസത്തോളം എന്തായാലും ടൈം ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അവർ തന്നെ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ എന്തായാലും അത്യാവശ്യം ചെറിയ എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റെല്ലാം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഇപ്പോൾ ഇതില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മറ്റേത് വാലറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇത്രയും ദിവസത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത്രയും നാൾ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്ന ചില കോയിൻസിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ അത്യാവശ്യം നല്ല കോയിൻസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് വളരെ ഡൗൺ ആയിരിക്കുന്ന ടൈമാണ്. നിങ്ങൾക്കിവിടെ ടോപ്പ് ലോസേഴ്സ് എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. QKC എന്ന് പറയുന്ന കോയിൻ, അല്ലെങ്കിൽ ക്വാക്ക് ചെയിൻ എന്ന് പറയുന്ന കോയിൻ 17.79% ലെസ്സായിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഏർണിങ്സ് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഇത് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് വീക്കൊക്കെ എടുത്താൽ കാണാൻ സാധിക്കും ഇതിൻ്റെ ഹയസ്റ്റ് 4 രൂപ വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 3.63 വരെ എത്തിയിട്ടുണ്ട്. കറൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2.93 അപ്പോൾ എന്തായാലും ഈ ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബിറ്റ് കോയിനോ അല്ലെങ്കിൽ എത്തേറിയമിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ചെറിയ ചീപ്പായിട്ടുള്ള ഇതുപോലുള്ള കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ലഭിക്കും. അപ്പോൾ ചില ആളുകൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ താഴെ, ചെറിയ കോയിൻസ് അല്ലെങ്കിൽ ചീപ്പ് കോയിൻസിലെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ എമൗണ്ടല്ലേ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല. ഇപ്പോൾ 1 രൂപ ഉള്ള ഒരു കോയിനിൽ നിങ്ങൾ ഇപ്പോൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോയിൻ 2 രൂപ ആകുമ്പോൾ നിങ്ങൾക്ക് 2000 രൂപയാണ് അതിൽ വരുന്നത്. അപ്പോൾ 1000 രൂപ അതിൽ നിന്ന് പ്രോഫിറ്റ് ലഭിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ മാക്സിമം നല്ല പെർഫോമൻസ് ഉള്ള ചീപ്പായിട്ടുള്ള കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇതൊക്കെ നല്ല പെർഫോമൻസ് ലാസ്റ്റ് മന്ത് കാഴ്ചവെച്ച കോയിൻസാണ് QKC എന്ന് പറയുന്നത്. നല്ല പ്രോഫിറ്റ് എനിക്ക് ലഭിച്ചിട്ടുള്ള കോയിൻസൊക്കെ തന്നെയാണ്. അപ്പോൾ ഒന്ന് QKC നല്ലതാണ്. അതുപോലെ തന്നെ സ്വൈപ്പും ഇപ്പോൾ ഡൗൺ ആയിരിക്കുന്ന ടൈമാണ്. ഇതിലും അത്യാവശ്യം നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോയിൻ തന്നെയാണ്. പിന്നീട് വരുന്നത് ഈ RCN എന്ന് പറയുന്നൊരു കോയിനുണ്ട്, റിപ്പിയോ ക്രെഡിറ്റ് നെറ്റ്വർക്ക്. ഇതും അത്യാവശ്യം നല്ല കോയിൻ തന്നെയാണ്. പിന്നെ വരുന്നത് VChain അല്ലെങ്കിൽ വെറ്റ് എന്ന് പറയുന്ന കോയിനാണ്. ഇതിപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് സമയത്തിന് മുമ്പ് ഞാൻ എൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏകദേശം ഒരു 15 മിനിറ്റിന് മുമ്പ്, ഈ വീഡിയോ ചെയ്യുന്നതിന് 15 മിനിറ്റിന് മുമ്പാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 6 രൂപ 28 പൈസയായിരുന്നു ഈ കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ ഏകദേശം 7000 രൂപയോളം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 7217 രൂപ ആയിരിക്കുന്നത്. അപ്പോൾ വെറും 15 മിനിറ്റിനുള്ളിൽ എനിക്ക് ഇത്രയും 200 ചില്ലായിരം രൂപ പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പ്രോഫിറ്റ് ഞാൻ വാലറ്റിലേക്ക് മാറ്റാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പെട്ടെന്ന് തന്നെ 265 ആയത്. നമുക്കിപ്പോൾ ഈ 265 നമുക്കിപ്പോൾ സെല്ല് ചെയ്യാം. അതിന് വേണ്ടിയിട്ടിപ്പോൾ നമുക്കൊന്ന് കോയിൻസ് എത്രയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 30 പോരാ. ഓക്കെ, 246 ഏകദേശം ഇത്രയും കോയിൻസ് നമുക്ക് സെല്ല് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ സെല്ലിന് കൊടുത്തു. ഓക്കെ, സോൾഡായി. ഇപ്പോൾ ബാലൻസ് അവിടെ നിങ്ങൾക്ക് കാണാം എത്രയെന്നുള്ളത്.
ഓക്കെ, 6976 ഇപ്പോൾ ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില കോയിൻസ് ഇതുപോലുള്ള വെറ്റ് എന്ന് പറയുന്ന കോയിൻ, അതുപോലെ ചില കോയിൻസിനെല്ലാം ഫീ വരുന്നുണ്ട്. ഇവരിപ്പോൾ ഫീ ഇല്ല എന്നാണ് പറയുന്നതെങ്കിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കോയിൻസിനെല്ലാം ചെറിയ എമൗണ്ട് ഫീ ആയിട്ട് വരുന്നുണ്ട്. അതാണിപ്പോൾ ഇത്ര എമൗണ്ട് ഇവിടെ കുറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ വലിയ കോയിൻസിലൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഫീസൊന്നും വരുന്നില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുപോലുള്ള ചെറിയ കോയിൻസിലാവുമ്പോൾ ചെറിയ എമൗണ്ട് ഫീ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഉള്ള മറ്റു ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന കോയിൻസിൽ iost എന്ന് പറയുന്ന കോയിനുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കോയിനാണ്. 3 രൂപ 71 പൈസയാണ് അതിന് വരുന്നത്. പിന്നീട് വരുന്നത് സിൽ എന്ന് പറയുന്ന കോയിൻ, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നീടുള്ളത് എൻജിൻ കോയിൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗെയിം ബേസ് ചെയ്തിട്ടുള്ളൊരു കോയിനാണ്. വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കോയിനാണ്. ഇപ്പോൾ അത് റേറ്റ് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോയിനാണ്. അതുപോലെ തന്നെ ബേസിക് അറ്റൻഷൻ കോയിൻ ടോക്കൺ, ഇതും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു കോയിൻ തന്നെയാണ്. പിന്നീട് വരുന്ന കോയിൻസ് എന്ന് പറയുന്നത് ചിലിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ CHC എന്ന് പറയുന്ന കോയിൻ ഉണ്ട്. ഇപ്പോഴും അത്യാവശ്യം നല്ല കുറഞ്ഞ് 16% കുറഞ്ഞ് റേറ്റ് ഇരിക്കുന്ന കോയിനാണ്. അതിന് 40 രൂപ 59 പൈസയാണ് ഇപ്പോൾ. ഇത് ചില ടൈമിന് 70-80 രൂപ വരെ കയറാൻ സാധ്യതയുള്ളൊരു കോയിനാണ്. ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നൊരു കോയിനാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് വരുന്നത് തേറ്റ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ഇത് ഇപ്പോഴും ഈ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന ടൈമിനും അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നൊരു കോയിൻ തന്നെയാണ്. അപ്പോൾ അതും നല്ലതാണ്. പിന്നെ വരുന്നത് കൈബർ നെറ്റ്വർക്ക്, ഇതൊക്കെ നെക്സ്റ്റ് വീക്ക് പെർഫോമൻസ് നല്ല രീതിയിൽ ആകാൻ ചാൻസ് ഉള്ള കോയിനാണ്. കാരണം ഈ വീക്ക് കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മിക്കവാറും അത് റേറ്റ് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നീട് വരുന്നത് കർഡാനോ എന്ന് പറയുന്ന കോയിൻ ADA. ഇതെല്ലാം ഞാൻ ഈ പറയുന്ന കോയിൻസ് എല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അതിൻ്റെ റേറ്റ് കുറയുന്ന ടൈമിന് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. റേറ്റ് കൂടിയ ടൈമിന് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്, കാരണം നിങ്ങൾക്ക് ലെസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം. അതുപോലെ തന്നെ വെറ്റ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ 6900 സംതിങ് ആയിരുന്നു, ഇപ്പോൾ 7023 വീണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീടുള്ള നല്ല കോയിൻസ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്, വളരെ നല്ല കോയിനാണ്, നല്ല പെർഫോമൻസ് ഉള്ള ഒരു കോയിനാണ്. പിന്നെ വന്നത് മെറ്റൽ ചില ആഴ്ചകളിൽ വളരെ ഡൗൺ ആവുന്നുണ്ട്, പക്ഷേ ചില ആഴ്ചകളിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് മെറ്റൽ എന്ന് പറഞ്ഞ കോയിൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കോയിൻസ് എല്ലാം അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ചാൻസ് ഉള്ള കോയിൻസാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് കുറയുന്ന ടൈമിന് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കറണ്ട് റേറ്റ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുന്ന ടൈമാണ്, മാർക്കറ്റ് ഡൗൺ ആണ്. ഈ സമയത്ത് നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല കോയിൻസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ കോയിൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇപ്പോഴുള്ള റേറ്റും കഴിഞ്ഞ ആഴ്ചയുള്ള പെർസെൻറ്റേജും ഒരു മാസത്തിൽ അത് പെർഫോം ചെയ്ത പെർസെൻറ്റേജ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതും അത്യാവശ്യം നല്ല കോയിൻ തന്നെയാണ്. ലാസ്റ്റ് മന്ത് 59% അപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്ക് 13.82% അപ്പ് ആയിട്ടുണ്ട്. ഇതും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള കോയിനാണ്. പക്ഷേ ഇതിൽ ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അതിലും നല്ല കോയിൻസ് എല്ലാമാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, കാരണം മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന ടൈം ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതുപോലുള്ളൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഗൂഗിളിൽ ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് വായിക്കുന്ന ഒരാളാണെങ്കിൽ കറൻ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി വരും നിങ്ങളുടെ ഗൂഗിളിൽ. ഇവിടെ കാണാം, ബിറ്റ്കോയിൻ കുഡ് ഹിറ്റ് $3 lakh ബൈ എൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ക്രിപ്റ്റോ കറൻസിയുടെ ലിസ്റ്റുകളും മറ്റും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസെല്ലാം വായിച്ചു നോക്കുക. അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ക്രിപ്റ്റോ കറൻസി പോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ NFT എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊരു വീഡിയോ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. NFT-യെക്കുറിച്ച് വളരെയധികം ലാഭം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് പ്ലേസാണ് ഈ NFT അല്ലെങ്കിൽ NFT ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിനെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.